ഒരു കാലത്ത് നമ്മൾ വെറും തലക്ക് പിടിച്ച ഭ്രമമെന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളിയ കെട്ടുകഥകൾ ഇന്ന് ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക ചരിത്രമായി മാറുകയാണോ? ലോക അത്ഭുതമായ താജ്മഹൽ, റോമിലെ വത്തിക്കാൻ, ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബി, എന്തിനേറെ മക്കയിലെ കഅബാലയം വരെ ഒരു കാലത്ത് ശിവക്ഷേത്രങ്ങളായിരുന്നു എന്ന് കേട്ടാൽ നമ്മൾ അമ്പരന്നു പോകും. എന്നാൽ ഇത്തരം അസാധാരണമായ വാദങ്ങൾ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു പുരുഷോത്തം നാഗേഷ് ഓക്ക് എന്ന PN ഓക്ക്. ക്രിസ്തുമതവും ഇസ്ലാമും ഹൈന്ദവതയിൽ നിന്ന് രൂപപ്പെട്ടതാണെന്ന് വിശ്വസിച്ച അദ്ദേഹം ചരിത്രത്തെ സ്വന്തം രീതിയിൽ തിരുത്തി എഴുതാനായി ഇന്ത്യൻ ഹിസ്റ്ററി റീറൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ സ്ഥാപിച്ചു. താജ്മഹൽ 4-ാം നൂറ്റാണ്ടിലെ തേജോ മഹാലയ എന്ന ശിവക്ഷേത്രമാണെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വാദം. താജ്മഹലിൽ ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ട് PN ഓക്ക് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും വലിയ തിരിച്ചടിയാണ് അദ്ദേഹം നേരിട്ടത്. 2000 ജൂലൈ 13 ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ഇത് തികച്ചും തെറ്റിദ്ധാരണാജനകം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. താജ്മഹൽ എന്നത് ഓക്കിന്റെ തലക്ക് പിടിച്ച ഒരു ഭ്രമമായി മാറിയിരിക്കുകയാണെന്ന കടുത്ത പരാമർശവും കോടതി നടത്തി. എന്നാൽ ചരിത്രകാരന്മാരും നീതിന്യായ വ്യവസ്ഥയും അന്ന് തള്ളിക്കളഞ്ഞ അതേ കെട്ടുകഥകൾക്ക് സമകാലിക ഇന്ത്യയിൽ ഇപ്പോൾ പുതിയൊരു ജീവൻ കൈവന്നിരിക്കുകയാണ്. കേവലം വ്യക്തിപരമായ ഭ്രമങ്ങൾക്കപ്പുറം ഐതിഹ്യങ്ങളെയും മിത്തുകളെയും ആസൂത്രിതമായി ചരിത്രമാക്കി മാറ്റാനുള്ള വലിയൊരു രാഷ്ട്രീയ അജണ്ടയാണ് ഇന്ന് രാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ജ്യോതിശാസ്ത്രവും വൈമാനിക ശാസ്ത്രവും മുതൽ ആണവ ബോംബുകൾ വരെ പുരാതന ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ ഇന്ന് ഭരണകൂട പിന്തുണയോടെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. വസ്തുതകളുടെയോ കൃത്യമായ പുരാവസ്തു തെളിവുകളുടെയോ പിൻബലമില്ലാതെ വെറും പുരാണ കഥകളെ ചരിത്ര യാഥാർത്ഥ്യങ്ങളായി അവതരിപ്പിക്കുകയാണ് ഭരണകൂടത്തിന്റെ പിന്തുണയുടെ ഒരു വിഭാഗം ചരിത്രകാരന്മാർ. തന്റെ സിദ്ധാന്തങ്ങൾ കോടതികൾ അംഗീകരിക്കുന്നത് കാണാനാകാതെ 2007 ഓക്ക് അന്തരിച്ചെങ്കിലും അദ്ദേഹം പാകിയ സംശയത്തിന്റെ വിത്തുകൾ ഇന്ന് വീണ്ടും ചർച്ചയാവുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് താജ്മഹലിന്റെ ഉള്ളിൽ ഫോട്ടോ വീഡിയോ സർവേ നടത്താൻ അനുമതി തേടിയുള്ള ഹർജിയിൽ അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോടും ആർക്കിയോളജിക്കൽ സർവേയോടും വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ഒരു ആവശ്യത്തിനാണ് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ കോടതിയിലെത്തിയിരിക്കുന്നത് ഒരു സാധാരണ പൗരനല്ല. അയോധ്യ, കാശി, മധുര മസ്ജിദുകൾക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് ഹൈന്ദവ പക്ഷത്തിനു വേണ്ടി ശക്തമായി വാദിച്ച പ്രമുഖ അഭിഭാഷകൻ ഹരിശങ്കർ ജെയിൻ മുഖേന ശ്രീ അഗ്രേശ്വർ മഹാദേവ് നാഗ്നാഥേശ്വർ എന്ന പ്രതിഷ്ഠയും ഭക്തരുമാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ആഗ്രയിലെ 2 കോടതികൾ തള്ളിയ ആവശ്യവുമായാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. കെട്ടുകഥകൾ ചരിത്രമായി മാറാൻ ശ്രമിക്കുന്ന ഈ പുതിയ കാലത്ത് താജ്മഹലിനെ ചൊല്ലിയുള്ള ഈ നിയമയുദ്ധം രാജ്യത്തെ എങ്ങോട്ടു നയിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. നിയമപരിരക്ഷയോടെ കെട്ടുകഥകൾ ചരിത്രത്തിന് മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് കൺ തുറന്നുള്ള കാവലാണ്. കാരണം ചരിത്രം തിരുത്തപ്പെടുകയല്ല, മറിച്ച് ഇവിടെ മായ്ച്ചു കളയപ്പെടുകയാണ്.